Hi dears, Assalamu alaikum, welcome back. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബ്രെഡും അതുപോലെ റവയും മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വീട്ടിലുള്ള തന്നെയാണ്. നമ്മൾ പോക്കവടയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അരിവശമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുഴുവനായിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിത് 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടുത്ത ബാച്ചിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ രണ്ടും അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ നമുക്ക് വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത എന്നാൽ ചെറിയ പുളിയുണ്ട് ആ രീതിയിലുള്ളൊരു തൈരാണ് കേട്ടോ ഇത്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞതാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1 എടുത്തിട്ടുള്ളൂ, 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് അതും കൂടെ ചേർക്കാനുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാത്ത കാരണം ഓരോ ബ്രെഡ് നമ്മൾ എടുക്കുന്ന ഓരോ ബ്രെഡും വലുപ്പത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇതൊരു മീഡിയം സൈസിലുള്ള ബ്രെഡായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ സൈസിലുള്ള ബ്രെഡൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഇനി നമ്മളിങ്ങനെ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കാൻ പാകത്തിന് കിട്ടില്ല എന്തായാലും. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടും വരും, നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതും കൂടെ വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നമുക്കിത് നല്ല ബോൾസായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് നിർത്താം. എന്നിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ആ ബോളാക്കാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ ബോൾസാക്കി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് കേട്ടോ. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ 2 സൈഡും ഇതുപോലെ ആവുന്ന സമയത്ത് നല്ല മൊരിഞ്ഞിട്ടുള്ള ചൂടോട് കൂടെ കഴിക്കാൻ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കളറാകുമ്പോൾ ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെറുതെയും കഴിക്കാം, അതോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഉൾഭാഗം ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്